ദൈവമായിരുന്നവൻ നമ്മിൽ ഒരു മനുഷ്യനെ പോലെ ആകാൻ കാരണം എന്താ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആരാണ്? ജഡത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മിൽ ഒരുവനെ പോലെ തന്റെ ദൈവത്വത്തെ മാറ്റിവെച്ച മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തിനാ വന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ യേശുവിന്റെ ദൈവത്വം, യേശു ആരായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേര് വചനമെന്ന്. അങ്ങനെയാണെങ്കിൽ വചനമായവൻ എന്ത് ചെയ്തു? ഭൂമിയിൽ ജഡാവതാരം എടുത്തു വന്നവനാണ് എന്ത് ചെയ്യാ? ക്രിസ്തു യേശു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയണം കേട്ടോ. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ദൈവമായിരുന്നവൻ. അവൻ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ജീവിച്ചവൻ. അങ്ങനെയെങ്കിൽ യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തിനാ യേശു മനുഷ്യാവതാരം എടുത്തത്? മക്കൾ ജഡ